back our channel Lushly Lulus. So Lushly Lulus ഇന്നലെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വെഡിങ് ഹെവി ഹിജാബ് ലുക്കാണ്. സോ ഇന്ന് നമ്മളൊരു ഹെവി ഹിജാബ് ലുക്കായിട്ടാണ് വന്നുള്ളത്, അതായത് ഹെവി ലെയറാണ് കണ്ടത്. സോ ഈ ഒരു ഹിജാബാണ് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹിജാബ് വന്നിട്ട് എക്സ്ട്രാ ലെയറാണ്, ഹെവി ലെയർ ഉണ്ട്. അപ്പോൾ ഇത് ഒരു എക്സ്ട്രാ ക്യൂട്ട് ലുക്കാണ് നമ്മുടെ ഫേസിന് നൽകുക. സോ ഇത് സിമ്പിളാണ്, എന്നാൽ കാണാൻ ഭയങ്കര ക്യൂട്ടുമാണ്, ഭയങ്കര ലെയറാണ്. സോ കുറച്ച് ഹെവിയാണ്, ലുക്ക് കുറച്ച് ഹെവിയാണ്. കാരണം അതൊരു ഹെവി ടൈം അല്ലേ നമ്മുടെ മാരേജ് എന്ന് പറഞ്ഞാൽ. പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്പെഷ്യൽ ഒക്കേഷൻ അല്ലെങ്കിൽ പാർട്ടി അല്ലെങ്കിൽ നമ്മുടെ സൽക്കാര റിസപ്ഷൻ പാർട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഹിജാബ് സ്റ്റൈലാണ്. നമുക്ക് കാഷ്വൽ ആയിട്ട് ഇടാൻ പറ്റിയൊരു സ്റ്റൈലല്ല കേട്ടോ. ബിഫോർ ദാറ്റ് നമ്മുടെ അണ്ടർ സ്കാർഫ് ഞാനിപ്പോൾ ഇട്ടിട്ടില്ല. അണ്ടർ സ്കാർഫ് ഇടുക. അപ്പോൾ അണ്ടർ സ്കാർഫ് ഇടുമ്പോൾ നിങ്ങൾ വെഡിങ് ഹിജാബിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബാക്കോട്ട് അത്യാവശ്യം നല്ല ഹൈറ്റ് വേണം. വെഡിങ് ഹിജാബിൽ അധികം ആൾക്കാരും ബാക്കിലേക്ക് നല്ല ഹൈറ്റ് കൊടുക്കാറുണ്ട്. സോ അപ്പോഴാണ് വെഡിങ് ഹിജാബിന് ആ ഒരു ഭംഗി വരിക. എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പൊന്തിക്കണം എന്നില്ല. അപ്പം ഇവിടെ കുറച്ച് ഇതാക്കാണ് നല്ലത്. ഞാനിപ്പം അങ്ങനെ ചെയ്തിട്ടില്ല, ഓക്കെ, ജസ്റ്റ് ട്രയലാണ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ എന്തായാലും ഒരു ടർബൻ കെട്ടണം. കാരണം വെഡിങ് ഹിജാബ് ആവുമ്പം നമുക്ക് എപ്പോഴും ഒരുപാട് മുട്ടുസൂചി കമ്പൽസറി ആയിരിക്കും. അപ്പം മുട്ടുസൂചിയൊക്കെ നമ്മളുടെ ഹെഡിൽ കറക്റ്റ് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ടർബൻ ഇട്ടിട്ടുണ്ടായിരിക്കണം. ആൻഡ് വേറൊരു കാര്യം പറയാനുള്ളത്, ടർബൻ എപ്പോഴും ഹീറ്റ് ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽ വെഡിങ്ങിന് ചൂസ് ചെയ്യുക. കാരണം വൺ ഡേ ഫുള്ള് ചിലപ്പോൾ നമ്മൾ ആ ഒരു ഹിജാബ് ഇട്ട് നിൽക്കേണ്ടി വരും. അതുപോലെ തന്നെ ഹിജാബിൻ്റെ മെറ്റീരിയലും ഹോട്ട് ആവാത്ത മെറ്റീരിയലുകൾ ചൂസ് ചെയ്യാനായിട്ട് കംഫർട്ടബിൾ അല്ലാത്ത രീതിയിലുള്ള മെറ്റീരിയലുകൾ അണ്ടർ സ്കാർഫിനും ഹിജാബിനൊന്നും വെഡിങ് ഡേയിൽ നിങ്ങൾ ചൂസ് ചെയ്യാൻ പാടില്ല. സോ നമ്മളുടെ ഇവിടെ കുറച്ച് ഹൈറ്റ്, ബാക്കിൽ കുറച്ച് ഹൈറ്റും കൊടുത്തിട്ട് ടർബൈൻ ഇട്ടിട്ട് ആളെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഹിജാബ് ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പ്ലീറ്റഡ് കോട്ടൺ ആണ്. ഓക്കെ, ഇത് ട്രാൻസ്പാരൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ചൂടില്ല. എനിക്ക് തോന്നുന്നു വെഡിങ്ങിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഫാബ്രിക് ആണ് കേട്ടോ ഇത്. ആൻഡ് ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ വെഡിങ് ഹിജാബിൽ നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഒരു എൻഡാണ് എടുക്കേണ്ടത്. ഓക്കെ, ഒരു എൻഡ് എടുക്കണം. ഇനി ഇത് നമ്മൾ ജസ്റ്റ് നമ്മളുടെ ഫേസിൽ ഇതിൻ്റെ ഈ എൻഡ് വന്നിട്ട് നമ്മളുടെ ഫേസിലോട്ട് വിരിച്ചിടാം. ഓക്കെ, അപ്പോൾ വിരിച്ചിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് പോയിന്റ്, ഒരു ഇത്തിരി പോയിന്റ് നമ്മൾ ഇവിടെ പിൻ ചെയ്യുന്ന സമയത്ത് അൾട്ടിമേറ്റ് ആയിട്ട് ഇവിടെ തീരെ എൻഡില്ലാതെ പിൻ ചെയ്യരുത്. കുറച്ച് ഭാഗം ഇവിടേക്ക് ഒഴിച്ചിട്ടിട്ട് പിൻ ചെയ്യണം. ഓക്കെ, ഇത്ര ഇവിടെ ബാലൻസ് ഉണ്ടാവണം. ഓക്കെ, ഫസ്റ്റ് എടുത്തു. ദെൻ നമ്മൾ സെക്കൻഡ് ഫോൾഡിങ് എടുത്തു. സെക്കൻഡ് ഫോൾഡിങ് എടുക്കുമ്പോൾ കുറച്ച് വിടത്തിൽ എടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് പോരും. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ സെക്കൻഡ് ഫോൾഡിങ് എടുത്തു. ഓക്കെ, ഇത് ഇപ്പം വെഡിങ് ഹിജാബ് ആകുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം നമ്മുടെ ബ്രൈഡിൻ്റെ അടുത്ത് തന്നെ ഫസ്റ്റ് ലെയർ കുത്താൻ വേണ്ടിയിട്ട് പറയാം. കാരണം ബ്രൈഡിനാണ് നമ്മൾ ഹിജാബ് ഇട്ട് കൊടുക്കുന്ന ആളിനാണ് അറിയാം എത്രമാത്രം ടൈറ്റാണ് എത്രമാത്രം ലൂസാണെന്നൊക്കെ. അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ ജസ്റ്റ് എടുത്ത് റാപ്പ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഫോൾഡിങ് കൊടുത്തതിന് ശേഷം നമ്മൾ ബ്രൈഡിൻ്റെ അടുത്ത് തന്നെ കൊടുത്തിട്ട് ഫസ്റ്റ് ലെയർ പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയർ ഇവിടെ പിൻ ചെയ്തു. ഓക്കെ, ഇവിടെ ഒരു കോൺ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ സേഫ്റ്റി പിൻ തന്നെ യൂസ് ചെയ്യണം കേട്ടോ, മുട്ട് സൂചി യൂസ് ചെയ്യരുത്. ഫസ്റ്റ് ലെയർ നമ്മൾ എടുത്തതിന് ശേഷം അത് താടിയുടെ അടിയിലേക്ക് വന്നിട്ട് ബാലൻസ് ചെയ്യുക. ഓക്കെ, താടിയിൽ കൊടുക്കരുത്, താടിയുടെ അടിയിലേക്ക് വന്നിട്ട് ബാലൻസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് ലെയർ ഒന്ന് ജസ്റ്റ് ഒന്ന് ബാക്കോട്ടേക്ക് വലിക്കുക. ഓക്കെ, ബാക്കോട്ടേക്ക് വലിച്ചിട്ട് ഒരു മുട്ട് സൂചി യൂസ് ചെയ്തിട്ട് കറക്റ്റ് ജസ്റ്റ് ഈ ഒരു കോണിൻ്റെ നേരെ തന്നെ പിൻ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ പിൻ ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ലെയർ എടുക്കുന്നുണ്ടല്ലോ, അപ്പം ബാക്കി ലെയർ എടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ പോകുന്ന കളിക്കാത്ത രീതിയിൽ നല്ലോണം വേറെ രീതിയിലൊന്നും സ്ലിപ്പ് ആവാത്ത രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഇവിടെ പിൻ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ലെയർ എടുക്കണം. നമ്മൾ ഈ ഒരു ഫസ്റ്റ് ലെയറിൽ തന്നെ ഇവിടെ ബാക്കിലോട്ട് വന്ന ബാലൻസ് പോയിന്റ് ഉണ്ടല്ലോ, അവിടുന്ന് തന്നെയാണ് നമ്മൾ ലെയർ എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയർ ഇവിടുന്ന് ബാക്കിൽ നിന്ന് എടുക്കുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ലെയർ കിട്ടി. ഇവിടെ ഒന്ന് തന്നെ കോണാക്കിയാൽ നമുക്ക് ഒന്നും കൂടി കുറച്ചും കൂടി ക്യൂട്ടായിരിക്കും. അല്ലാതെ നിങ്ങൾക്ക് റൗണ്ടിലും ആക്കാം. ഓക്കെ, ഫസ്റ്റ് ലെയർ. ഇനി നിങ്ങൾ ഇവിടെ ഒരു മുട്ട് സൂചി കുത്താം, ഓരോ ലെയർ കഴിഞ്ഞിട്ട് നിങ്ങൾ മുട്ട് സൂചി യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കൂടുതൽ ലാസ്റ്റിംഗ് കിട്ടും. ഹിജാബിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടുതൽ ലാസ്റ്റിംഗ് കിട്ടും. ഞാൻ നെക്സ്റ്റ് ലെയർ എടുക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ലെയർ എടുക്കുന്ന സമയത്ത് തീരെ വിടുത്ത് കുറഞ്ഞ് എടുക്കരുത്, വിടുത്ത് കുറച്ച് കൂട്ടിയിട്ട് എടുക്കുക, എന്നാലുള്ളൂ അതിന് ലാസ്റ്റിംഗ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയർ ആയി. ഓക്കെ,
അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ലെയർ കൊടുക്കണം. ഇത്ര ഏരിയയിൽ സെൻറ്ററിൻ്റെ ഇവിടുന്ന് മുന്നോട്ട് ലെയർ കൊടുക്കണം. ബാക്കോട്ടേക്കാണ് നമ്മുടെ നെറ്റ് വരിക. അപ്പം അധികം ആൾക്കാരും ലെയർ കൊടുക്കുമ്പം ഹെഡിൻ്റെ സെൻറ്ററിൻ്റെ ബാക്കിലോട്ട് ലെയർ കൊടുക്കും. അങ്ങനെ പാടില്ല. നമ്മൾ മുന്നോട്ട് തന്നെ ലെയർ കൊടുക്കണം. ബാക്കിലോട്ട് നെറ്റ് വരും. ഓക്കെ, ഇനി അടുത്തൊരു ലെയർ എടുക്കുക. ഓക്കെ, ദിസ് വൺ ആൻഡ് അതിൻ്റെ മേലെ കൊടുക്കുക. അപ്പോൾ ബാലൻസ് ഉണ്ടായിരുന്ന ഒരു എൻഡ് കൂടി ഉണ്ടായിരുന്നു, അതുകൂടി ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലെയർ എടുക്കുമ്പോൾ ഒന്നിൻ്റെ മേലെ തന്നെ കൊടുക്കാതെ തൊട്ട് ഒരു ലെയറിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് നെക്സ്റ്റ് ലെയർ കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഒരിത്തിരി ഏകദേശം കുറച്ച് ലെയറൊക്കെ കൊടുത്തു. ഇനി ആ കൊടുത്ത ലെയറൊക്കെ ഒന്ന് വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, ചില ആൾക്കാർ ഇവിടെ പോയിന്റ് ചെയ്യുന്നത് കാണാം, അത് ഭംഗിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ കഴിഞ്ഞു. ഇതാണ് ഫസ്റ്റ് ലെയർ. കൂടി സൂം ചെയ്ത് കാണിച്ചതൊക്കെ കണ്ടോ. അപ്പം ഏകദേശം ആ ഒരു ഫസ്റ്റ് ലെയറിന് നമ്മൾ എടുത്ത ആ ഒരു ലെയർ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോർഷൻ കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതൊന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് കുത്താം. അതുപോലെ മുട്ട് സ്റ്റിച്ച് കുത്തുന്ന സമയത്ത് നമ്മൾ ഇവിടെയൊക്കെ കുത്തണം. പക്ഷെ ഇതിങ്ങനെ നമ്മൾ ഫേസിനോട് അടുപ്പിച്ച് കുത്താൽ ഇവിടെ ഇങ്ങനെ ചപ്പിപ്പോകും. ഇവിടെ ഇങ്ങനെ ഒരു അമ്പി നിൽക്കും, ഇവിടെ ഇങ്ങനെ ഒട്ടി നിൽക്കും. സോ ലെയർ ഇങ്ങനെ ഒട്ടി നിൽക്കാതെ വിടർത്തിയിട്ട് തന്നെ കുത്താൻ പറ്റും. സൂചി ജസ്റ്റ് കുത്താം, ഒരുപാട് കുത്തിയാൽ ഒട്ടി നിൽക്കും. ഒരു ഒറ്റ പ്രാവശ്യം ഉള്ളിലോട്ടിട്ട് ഒന്ന് ജസ്റ്റ് കുത്തിയാൽ മതിയാവും. ഓക്കെ, ഇപ്പോൾ ലെയറായി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ലെയർ നമുക്ക് നല്ല നീറ്റിൽ വന്നു. ഇനി നെക്സ്റ്റ് പോർഷൻ ഡിസൈൻ ചെയ്യണം. അപ്പം അതിൽ ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ ഒരു ചിന്നിൻ്റെ ഭാഗം കുറച്ച് വൃത്തിയിലാക്കിയിട്ട് ഒന്ന് റെഡിയാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഈ ഉള്ളിലുള്ള ഒരു ഷോളിൽ നിന്ന് ജസ്റ്റ് ഈ ഒരു ഷോൾ ഇങ്ങോട്ട് എടുക്കാം. ഓക്കെ, ഇങ്ങനെ ഇതുപോലെ താടി നമ്മളൊന്ന് ഈ ലെയറിന്റെ ഇവിടുന്ന് ഒരു മുട്ട് സൂചി കുത്തിയിട്ട് ബാക്കി വരുന്നതിന്റെ ഈ ഫസ്റ്റ് പോർഷൻ എടുത്തിട്ട് നമ്മൾ താടി ഒന്നിങ്ങനെ നമ്മുടെ ചിന്നിന്റെ അതിൽ വന്നിട്ട് ആ ഒരു ഫസ്റ്റ് ഒന്നും കൂടി മുട്ട് സൂചി യൂസ് ചെയ്ത് കുത്താം. ഒന്നും കൂടി പിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ചിന്നിന്റെ ആ ഒരു ഭാഗം കറക്റ്റ് ഒരു എക്സ്ട്രാ ഇതൊന്നും ഇല്ലാതെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് പോർഷൻ ബാക്കി വരുന്നത് ഇത്രയും പോർഷൻ ബാലൻസ് ഉണ്ടല്ലോ, ആ പോർഷൻ വെച്ചിട്ട് നമ്മൾ ബാക്കി വരുന്ന പോർഷൻ ജസ്റ്റ് ഒന്നും കൂടി റാപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഇങ്ങനെ ഈ ഒരു ബാലൻസ് വിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാക്സിമം ശരിയാക്കാം. ഓക്കെ, ഏകദേശം ശരിയായി. ഇങ്ങനെ ബാക്കിലോട്ട് എടുക്കാം. ഇതൊക്കെ വേണമെങ്കിൽ ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ശരിയായിട്ടില്ല, ഇവിടെ കറക്റ്റ് ആ ഒരു ചെറിയ ചെറിയ ലെയർ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ ഒന്ന് ജസ്റ്റ് നമ്മൾ സാരിയിലേക്കൊക്കെ എടുക്കൂല, അതുപോലെ ഇങ്ങനെ ജസ്റ്റ് ലെയർ ചെയ്താൽ മതി. ഓക്കെ, കണ്ടോ, ഇങ്ങനെ ലെയർ ചെയ്യാം. അപ്പം ഒരുപാട് എക്സ്ട്രാ ലെയർ കിട്ടും. ഓക്കെ, ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ല നീറ്റിൽ വന്നു. നല്ല അവിടെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് നല്ല നീറ്റിൽ ലെയറായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഓക്കെ 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 ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു പോയിന്റിലെത്തി. കണ്ടോ? ഓക്കെ, അപ്പോൾ ഇനി അപ്പോൾ ഇത്ര ലെയർ ക്യൂട്ടായി. ഇനി നമ്മളൊരു മുട്ട് സൂചി യൂസ് ചെയ്തിട്ട് ഈ ലാസ്റ്റ് എടുത്ത പോർഷനിൽ ഒന്ന് റാപ്പ് ചെയ്യാം. ഒന്ന് ആ എൻഡിലൊന്ന് നമ്മുടെ കോണിൻ്റെ നേരെ മുകളിലൊന്ന് കുത്താം. ഓക്കെ,
And നെക്സ്റ്റ് വരുന്ന ബാലൻസ് നമ്മൾ കഴുത്തിന് ചുറ്റും, ഇവിടെ കഴുത്താണ് ഉണ്ടാവുക, ഈ ഒരു കഴുത്തിന് ചുറ്റും നമ്മൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഇവിടെ ഓക്കെ ഇവിടെ ജസ്റ്റ് ഒരു പിന്ന് വെച്ചിട്ട് കുത്താം. ഇനി കഴുത്തിൽ നമുക്ക് ആ ഒരു എക്സ്ട്രാ നെക്ലേസ് വരുന്നതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ വിടുത്ത് കുറഞ്ഞെടുക്കണം. കുറച്ച് ടൈറ്റായിട്ട്, കുറച്ച് വലിച്ച് ടൈറ്റായിട്ട് വിടുത്ത് കുറഞ്ഞിട്ട് എടുക്കണം. കാരണം അവിടെ ആ ഒരു ഹെവി നെക്ലേസ് വരും നമ്മുടെ നെക്ക് പോർഷനിൽ. നെക്സ്റ്റ് ബാക്ക് വന്നിട്ട് ബാക്കിൽ നമുക്ക് അത്യാവശ്യം ഒരു കവറേജ് കിട്ടും. ആൻഡ് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സ്ഥലത്തും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ഒന്ന് അമർത്തി കൊടുത്ത് സെറ്റാക്കുക. അങ്ങനെ ഹെവി ലെയേർഡ് വെഡ്ഡിംഗ് ഹിജാബ് സ്റ്റൈൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഹോപ്പ് ദിസ് വീഡിയോ ഈസ് യൂസ്ഫുൾ ഫോർ യു. താങ്ക് യു സോ മച്ച്. സീ യു അഗൈൻ. ബൈ ബൈ.